ശ്യാമേ, ശ്യാമേ. സത്യമേ. ഒന്നും വേണ്ട, നീങ്ങ വന്നാ മതി. ശരി സത്യമേ. മോളിരിക്കേ. ഇരിക്കും മോളെ. കുഞ്ഞിച്ചി എന്താ ഫോൺ എടുക്കാത്ത? ഒന്ന് ഫോൺ എടുക്കും കുഞ്ഞിച്ചി. ഒരു കാര്യം ചെയ്യാം, ചടങ്ങിന്റെ സമയം മാറ്റിയ വിവരം കുഞ്ഞിച്ചിക്ക് ഒരു മെസ്സേജ് ഇടാം. ഇനി എനിക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും മെസ്സേജ് നോക്കുമ്പോൾ കുഞ്ഞിച്ചിക്ക് വിവരം അറിയാലോ. സർ, 2001 നവംബർ 9 39 പേരാണ് അന്നുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചത്. സർ, പക്ഷേ അമ്പൂരി ഇന്നറിയപ്പെടുന്നത് ദുരന്തബാധിത പ്രദേശമായിട്ടല്ല, കേരളത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ്. സർ, അമ്പൂരിയിലെ പുനരധിവാസമായിരിക്കണം കേരളത്തിലെ ഏതൊരു ദുരന്തബാധിത പ്രദേശത്തെയും പുനരധിവാസത്തിനുള്ള മാതൃക. ചായയും സ്നാക്സും ഒന്നും അല്ല സത്യാമ്മ കാര്യം, കുട്ടികൾ തമ്മിലുള്ള പൊരുത്തം നോക്കണം. സത്യാമ്മ മോനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അത് ശരിയാണല്ലോ. ഇവിടുത്തെ ഇളയ മരുമകള് രോഹിത്തിന്റെ ഭാര്യ. അപ്പൊ നീയാണല്ലേ ശാലിനിയുടെ അനിയത്തി ശ്യാമ? അതേടി, ഞാൻ തന്നെയാ ശാലിനിയുടെ അനിയത്തി. നിന്നെ ഇവിടെ വാഴിക്കാൻ പോകുന്നില്ല ഞാൻ. നമുക്ക് കാണാമടി, നിന്റെ ചേച്ചിയേക്കാൾ ഒരു ക്ലാസ് കൂടുതൽ പഠിച്ചവളാ ഞാൻ. അവൾക്കറിയാത്തൊരു ഡിഗ്രിയാ അത്. തെന്മാടിത്തരവും കുതികാൽ വെട്ടും. ജയിക്കില്ല നീയെന്നല്ല, നിന്റെ ചേച്ചി പോലും. എന്നാ ഞാൻ പോയി വിഷ്ണുവിനെ വിളിച്ചോണ്ട് വരാം. ശ്യാമേന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, ഇവിടെ ഒന്നിരിക്കേ. ഞാനെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ മധുശ്രീ, എന്നെ ഇരുത്താൻ മെനക്കെടണ്ട. അപ്പോ നീ പോരിനുറച്ചു തന്നെയാണല്ലേ? അതേടി, അത് തന്നെയാ നടക്കാൻ പോകുന്നത്. നീ കണ്ടോ? രാഘവ സാറേ, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ ആവാം. എന്ത് ചോദിക്കാനോ വിജയകുമാറേ? സാധാരണ മനുഷ്യന്മാർ തമ്മിൽ കുശലം പറയുമ്പോഴേ ചൂടിന് കുറവുണ്ടോ, മഴ പെയ്യോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, സംസാരിക്കാം. ഇവിടെ ഇപ്പോൾ അതിന് പ്രസക്തിയൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ ഏറ്റവും വലിയ നിധി ഞങ്ങളുടെ മക്കൾ തന്നെയാ. അത് ചോദിച്ചല്ലേ ഇവർ വന്നേക്കുന്നത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ രാഘവേട്ട. ഒരു പ്രായം കഴിഞ്ഞ ആണായാലും പെണ്ണായാലും കല്യാണം കഴിച്ചയക്കണം. അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഘവ സാറേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും അറയ്ക്കുമെന്ന് പറയാറില്ലേ? അത് തന്നെയാ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്നാ എനിക്ക് തോന്നുന്നത്. ഒരബദ്ധം പറ്റി, അത് തിരുത്താൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇപ്പോ. വിജയകുമാറേ, ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം മതി സംസാരം. ഇയാൾക്കറിയാത്ത കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്കണ്ട.
ആണല്ലോ ശാലിനിയെ പറ്റി അവളുടെ അനിയത്തേക്കാൾ ആശങ്ക. ഹാ, ഞാനൊന്ന് വന്ന് കേറിക്കോട്ടെ, തീർത്ത് കൊടുക്കാം ചൊറിച്ചില്. സ്കൂൾ വന്നിട്ടുണ്ടല്ലോ. കമലിൽ എന്തിനാണോ വിളിച്ചത്? വിഷ്ണു, എന്താ അവിടെ? അല്ല, കമലം വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചാൽ ഉടനെ തിരിച്ചു വിളിക്കാൻ അവൻ എന്താ ജില്ലാ കളക്ടറോ? എടാ, നിന്നോട് വരാനാ പറഞ്ഞത്. എടാ വരാന്, ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? വാ. ഇടുക്ക്. ആ ദേ വിഷ്ണുവും വന്നല്ലോ. ഇവൻ ശാലിനിയുടെ ഭർത്താവല്ലെങ്കിലും ഒരു പക്ഷേ ഞാൻ വീണ്ടും പോയേനെ. ഇതിലിപ്പോ ഒരു ഡബിൾ റിവെഞ്ചിന്റെ സുഖമുണ്ട്. താങ്ക്സ് സുസ്മിതേ. വിഷ്ണു, ഇരിക്കട. അതെ, എന്റെ മോൻ വിഷ്ണുവിനെ കണ്ടല്ലോ. മധുശ്രീയോടും കൂടിയാ ചോദിച്ചത്. എനിക്കിഷ്ടായി സത്യമേ. ഞാനിങ്ങനെ തുറന്ന് സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നും വിചാരിക്കരുത്. എന്റെ സ്വഭാവം അങ്ങനെയാ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, വിഷ്ണുവിനെ പോലെ ഒരാളെയാ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാ എന്റെ കല്യാണം ഇത്രയും താമസിച്ചതും. അതുള്ളതാ കേട്ടോ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇവൾക്ക് പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്നതാ. കൂടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ. പിന്നെ ഈ പ്രായം എത്തുന്നവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്.
അതിന്റെയൊക്കെ എണ്ണ എടുക്കാന്ന് വെച്ചാ അത് പിന്നെ ഇത്രയും സൗന്ദര്യവും സമ്പത്തും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിക്ക് പ്രേമാഭ്യർത്ഥനയും വിവാഹാലോചനയും ഒക്കെ വന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. പോരെങ്കിൽ തങ്കപ്പെട്ട സ്വഭാവവും. No, she's a bad girl. മോളെ എന്ത് നീ പറയുന്നേ? എനിക്ക് ഉറപ്പാ സത്യമേ, she's a bad girl. അയ്യോ പപ്പി, എന്തോ ഈ പറയുന്നേ? Bad girl, bad girl, bad girl. എന്താ ആ കമല എങ്ങോട്ടാടാ? എടാ സജി നീയാ? വാടാ കേറ്, ഞാൻ കൊണ്ടുവിടാം. എടാ എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ ബൈക്കൊന്ന് കടം തരുമോ? പെട്ടെന്ന് ചെല്ലേണ്ട കാര്യമോ? ഉടനെ തിരിച്ചു കൊണ്ടുവരാം. ഓ എനിക്കെന്താ അത്യാവശ്യം? എനിക്കിവിടെ അടുത്ത് തന്നെയാ പോകേണ്ടത്. നീ എപ്പോഴാന്ന് വെച്ചാൽ കൊണ്ടുവന്നതാ. ഇതാ എടുത്തോ. ആ എടാ താങ്ക്സ് റാ. ആടാ പൊയ്ക്കോ. ഇവനെന്താ ഇത്ര തിടുക്കം? മോൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാന്ന് തോന്നുന്നു. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. No. Bad girl, bad girl, bad girl. മോളെ മുതിർന്നവരിയ്ക്കുമ്പോൾ മര്യാദയോട് പറയരുത് കേട്ടോ. അകത്ത് പോയി. ഇല്ല സത്യമേ, ഈ പെണ്ണ് കള്ളു കുടിക്കാൻ സിഗരറ്റ് വലിക്കാൻ ചെയ്യുന്നതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. Bad girl, bad girl, bad girl. മോൾ എന്തെങ്കിലും തമാശ പറഞ്ഞെന്ന് കരുതി നിങ്ങളത് കാര്യമായിട്ട് എടുക്കുകയാണോ? നമുക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോവാം. അത് തന്നെയാ ഞാനും. നിക്ക് സത്യമേ, പപ്പി മോൾ അങ്ങനെ കള്ളം പറയാറില്ല. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ കൂടി അറിയണമല്ലോ. ആ അത് തന്നെ, അത് തന്നെ എൻ്റെ ന്യായം. ഈ വിവാഹം എന്തെന്ന് പറഞ്ഞാലേ ആജീവനാന്തം നിലനിൽക്കേണ്ടതല്ലേ? മോളെ, മോളുടെ കയ്യിലെ വീഡിയോ ഉണ്ടെങ്കിൽ അതിങ്ങ് എടുത്തോണ്ട് പോവാ. ശരി. ഓക്കെ സർ, ശരി. പറയണം സർ. പലതവണ ഞാൻ മുന്നറിയിപ്പ് തന്നതാ, ഓരോന്ന് നോക്കിയും കണ്ടും വേണമെന്ന്. ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ അനുഭവിച്ചോ. ഈ സമയത്ത് അമ്മയും കൂടി എന്നെ കുറ്റപ്പെടുത്തല്ലേ അമ്മേ. വിജയമാവേ, ഇതിന് മുമ്പ് ഒരു ഏടാ കൂടെ അയാളിവിടെ കൊണ്ടുവന്നതാ. ഇതും അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ വിവരം അറിയേ. ഭഗവാനെ പെട്ടു. ഇവിടെയും കൊണ്ട് ഇവിടെ വന്ന് കയറി എന്നെ പറഞ്ഞ മതിയല്ലോ.
ആ സുസ്മിതയുടെ പ്രലോഭനത്തിൽ വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ ചീത്തപ്പേര് മാത്രമല്ല, നല്ല തല്ലും കിട്ടും. സത്യാമ്മയുടെ വീട്ടിൽ കയറിയാ കളിച്ചത്. പപ്പി ഇങ്ങോ. എവിടെ കണ്ട നിന്റെ വീഡിയോ? നോക്കട്ടെ സത്യാമ്മേ. എവിടെയാടി ഈ വീഡിയോയാ സത്യാമ്മേ. എന്നിട്ട് എവിടെന്ന്? ഇത് വരുന്നില്ല സത്യാമ്മേ. വരുന്നില്ലെന്നോ? ഇങ്ങനെ നോക്കട്ടോ. ഒരൊറ്റ ഒരെണ്ണം ചെവിക്കല് നോക്കി തന്നാലുണ്ടല്ലോ. ദൈവം രക്ഷിച്ചെന്ന് പൊട്ടിക്കോ, നിർത്തിക്കോ ഇവിടെ വെച്ചിതല്ല. എടി നീ പറഞ്ഞ വീഡിയോ എവിടെയാന്ന്? പപ്പി, ഇവള് കല്ല് കുടിക്കുകയും പുക വലിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ എവിടെയെന്ന്? സത്യമേ, അവളങ്ങനെ കള്ളം പറയില്ല. എന്നാ നീ കാണിച്ചാടാ ആ വീഡിയോ എവിടെയാന്ന്? ദേ, വീട്ടിൽ കയറി വരുന്ന മാന്യമാരെ അപമാനിക്കാൻ നിന്നാലുണ്ടല്ലോ, നോക്ക് തോലി പൊളിച്ചെടുക്കും ഞാൻ. മോളെ വഴക്ക് പറയേണ്ട സത്യാമേ, അവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. ഏതെങ്കിലും ബോളിവുഡ് സിനിമാ നടിമാരെ കണ്ടിട്ട് ഇവള് കള്ളു കുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നതായിട്ട് സംശയിച്ചതായിരിക്കും. ഇവളെ കണ്ടാലും ഒരു ഹിന്ദി സിനിമ നടിയുടെ ലുക്കൊക്കെ ഉണ്ടല്ലോ. തമന്നയാണോ എന്ന് ചോദിച്ച് പലരും സെൽഫി എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് സത്യാമേ. അല്ല സത്യാമ്മേ, ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയാ. വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയോ? അതിന് നീ എപ്പോഴാടി അവളുടെ വീട്ടിൽ പോയത്? ഉള്ള സത്യം പറഞ്ഞ സത്യയുടെ പേരും കൂടി പറയേണ്ടി വരും. അതോടെ സത്യാമ്മ എന്നെ അടിച്ചു കൊല്ലും. എടി, എപ്പോഴാ വീട്ടിൽ പോയെന്ന് പറയാൻ. ഭാമേ, മോളെ വിട് വിട്. പൊയ്ക്കോണെ എന്റെ മുന്നീന്ന്. ചെല്ലേ പോ. അമ്മേ, സാരല്ല, പോട്ടെ. സാരമില്ല. ആ, വേറൊരു കാര്യം പറയാതിരിക്കാൻ തരമില്ല ശിവൻകുട്ടി സാറേ. ഇതിനു മുമ്പ് ഞാനൊരു ആലോചനയുമായി വന്നപ്പോ അത് മുടക്കി വിട്ടത് ഈ കൊച്ചാ. വിജയമാറേ, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ചെറിയ കുഞ്ഞിന് പറ്റിയ ഒരു നാവ് പിഴ. ഞങ്ങൾക്ക് ഇത്തിരി അപമാനം ഉണ്ടായാലും ഞങ്ങൾ അതങ്ങ് സഹിച്ചു. സത്യാമ്മയുടെ കുടുംബമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുക എന്ന് വെച്ചാ അതല്ലേ വലിയ കാര്യം. ശിവൻകുട്ടി എന്നോട് ക്ഷമിക്കണം. കനകലതേ. അയ്യോ അയ്യോ, എന്താ സത്യാമ്മ ഇത്? അതല്ല ശിവൻകുട്ടി, കുഞ്ഞാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാ നിങ്ങളെ അപമാനിച്ചത്. മനസ്സാ വാചാ കർമ്മണ തെറ്റൊന്നും ചെയ്യാത്ത ഈ കുട്ടിയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു.